Hi all, welcome back to my channel. So this is day 12 and 13 of our 21 days challenge. ഈ 2 ഡേയ്സും കൂടെ ഞാൻ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ 2 ഡേയ്സിലും ഞാൻ അത്ര പ്രൊഡക്റ്റീവ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 hours മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. മുന്നേ വീഡിയോസ് കണ്ടവർക്കാണെങ്കിൽ അറിയാം, ഞാൻ 8 hours ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ 2 ഡേയ്സിൽ നമുക്കറിയാലോ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെയും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡീസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നെങ്കിൽ പോലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ റീസൺസ് ഒക്കെ വരാം. മോന് സുഖമില്ലാതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് 5 hours പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. ഞാൻ പ്ലാൻ ചെയ്തൊരു ടു ഡു ലിസ്റ്റിനനുസരിച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിലുള്ള ഹാഫ് കാര്യങ്ങളെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ, അത്രയെങ്കിലും പഠിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അതിനെനിക്ക് ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വന്നൊരു കാര്യമാണ്, മുന്നത്തെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എന്നെ പേഴ്സണലി കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഡിലേ ചെയ്യാതെ ടോപ്പിക്കിലേക്ക് പോവാം. അതിന് മുന്നേ എനിക്കൊരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് അത് വർക്കൗട്ട് ആയില്ല. അപ്പം ഞാൻ മുന്നേ പറഞ്ഞു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റീസൺ കൊണ്ട് നമ്മളെ ചില പ്ലാൻസ് ഒന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് ഓക്കെ, കുഴപ്പമില്ല. അത് ആ വീക്കിൽ അറ്റ്ലീസ്റ്റ് ബാക്ക്ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ്ങോ വരികയാണെങ്കിൽ അത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി അഥവാ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ ഡേയ്സും ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ ചിൽ സാറാ ചിൽ എന്ന് പറയുന്ന പോലെ അത് കുഴപ്പമില്ല, അതങ്ങനെ പോയിക്കോട്ടെ. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് ആദ്യം മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതായത് ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ ഒരുപാട് ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഫോൺസിലോ മൊബൈൽ ഫോണോ അല്ല ടാബ്ലറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഗൂഗിൾ കാലണ്ടറിലും ഇനി അല്ലാതെ ആപ്സൊക്കെ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി അല്ലാതെ തന്നെ നോട്ട്ബുക്കിലാണ് ചെയ്യാറ്. ഒരു പ്ലാനർ വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ ചെയ്യും. നിങ്ങൾക്ക് നോട്ട്ബുക്കോ ഡയറിയോ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, ഈ ടെക്കീസ് ഒക്കെയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിരിക്കും. എവിടെ നിന്ന് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. കാരണം നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമാണ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ് എന്നൊക്കെ പറയുന്നത്. അധികം ഈ ടാബില്ലെങ്കിലും മൊബൈൽ ഫോൺ നമ്മൾ എപ്പോഴും ക്യാരി ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് അത് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ പ്ലാനറിൽ തന്നെയാണ് ചെയ്യാറ്. അത് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യാറുമുണ്ട് മാക്സിമം. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. ഇനി സെക്കൻഡ് കാര്യം എന്ന് പറയുന്നതാണ് നോ യുവർ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ടൈം സ്ലോട്ടിനനുസരിച്ച് നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇപ്പോൾ ചിലപ്പം വർക്കിന് പോകുന്നവരായിരിക്കാം, ഇനി അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവും, അതല്ലാതെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരായിരിക്കാം, ഇനി അല്ലാതെ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് വർക്ക് ഉണ്ടാവും, കുട്ടികളുടെ കാര്യം, ഫാമിലീൻ്റെ കാര്യം, പേരൻസിൻ്റെ കാര്യം, ഇങ്ങനെയൊക്കെ നോക്കേണ്ടവരെ. ചിലർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, പഠിച്ചാൽ മാത്രം മതിയായിരിക്കും. അപ്പം അതിനനുസരിച്ച് നമുക്ക് എത്ര ടൈം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇനി അറിയില്ല, എത്രത്തോളം ടൈം ഉണ്ടെന്നൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു റഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ മതി സ്റ്റാർട്ടിങ്ങിൽ. അതിനുശേഷം വേണ്ട കാര്യമാണ് സിലബസ്, അല്ലെങ്കിൽ എന്ത് ടാസ്ക്കാണോ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത്. ഇനി അല്ലാതെ നിങ്ങൾക്കിപ്പം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ടാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് എന്താണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ക്ലിയർ ആയിട്ട് വേണം. അപ്പോൾ നമ്മളിപ്പോൾ എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുമ്പോൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു സിലബസ് നമ്മുടെ കയ്യിൽ വേണം. ഹാർഡ് കോപ്പിയോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയോ എങ്ങനെയാണെങ്കിലും. അതിനുശേഷം ഫോർത്ത് തിങ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സിലബസ് വൈസ് പോവുകയാണെങ്കിൽ നമുക്കറിയാം, സബ്ജക്റ്റിൽ ഓരോ സബ്ജക്റ്റിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻ്റ് ആയിട്ടാണ് പോകുന്നത്. ചിലതിൽ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും, പക്ഷേ അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ച് മാർക്ക് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ചിലത് അതിനു വേണ്ടി കമ്പാരിറ്റീവ്ലി കുറച്ച് ടോപ്പിക്സേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഏരിയ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ ഇൻഡിവിജ്വലിനനുസരിച്ച് അത് മാറുകയും ചെയ്യും. ഇപ്പം എനിക്ക് ഈസിയർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത്.
അതിനനുസരിച്ച് ആ ഒരു ഡിഫറൻസ് ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക ഏതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ടാസ്ക് ആണെന്നൊക്കെ നോക്കിയിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം തന്നെ നമ്മൾ ഒരു പോർഷൻ്റെ ഒരു 5 മാർക്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു നോക്കി ഒരു 10 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നമ്മുടെ മാർക്കിൽ അത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതാണ് ഫോർത്ത് തിങ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്യുക. അതായത് നിങ്ങളെ കൊണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഡെയിലി ഒരു 10 ടാസ്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ. എനിക്കറിയാം എന്നെ കൊണ്ട് എന്തൊക്കെയാണ് പറ്റുകയെന്ന്. ഞാൻ മുന്നേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 2 ടോപ്പിക്സ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറുണ്ട്. ഇനി 2 ഇല്ലെങ്കിൽ 1 മിനിമം ഒരു ടോപ്പിക്കും ഇംഗ്ലീഷും മലയാളവും മാത്സ്. ഇത് ഞാൻ ഇപ്പോഴാണ് ഡെയിലി ചെയ്യാൻ തുടങ്ങിയത്. മുന്നേ എനിക്ക് ഡെയിലി ചെയ്യാൻ ടൈം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എടുക്കുക. മാത്സ് ഒരു ഡേ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മലയാളം സെക്കൻഡ് ഡേ, പിന്നെ തേർഡ് ഡേ വീണ്ടും മാത്സ്. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ടൈം കുറച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഇത് 3 ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ CA പണ്ട് ഞാൻ മാറ്റി വെച്ചൊരു ഏരിയ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അതിനും ഡെയിലി ടൈം കൊടുക്കാറുണ്ട്. ന്യൂസ് പേപ്പർ റീഡിങ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2-3 months ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഡെയിലി ടാസ്കിൽ ഇൻക്ലൂഡ് ചെയ്യും. അതല്ലാതെ ചില ആൾക്കാർ SCRT NCRT എല്ലാം ഡെയിലി ഓരോ പേജ് വൈസ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസ് ഒക്കെ അങ്ങനെ റീഡ് ചെയ്ത് വായിച്ചു പോകുന്നവരും ഉണ്ട്. അപ്പം അത്രയും ടൈം എനിക്ക് അലോട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ടും ഇത്രയും ടൈം ഞാൻ ബാക്കി ഇതിന് കൊടുക്കുമ്പോൾ എൻ്റെ ടോപ്പിക്ക് മുന്നോട്ട് പോകില്ല എന്ന് തോന്നുന്നുകൊണ്ടും ഞാൻ ആ ഒരു കാര്യത്തിന് നിൽക്കാറില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാം ഇപ്പം 3 hours മാത്രം കിട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, വർക്കിന് പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്, വേറെ എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ടൈം നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഒരു 1 hour റിവിഷനും 2 hours നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്കിനും പഠിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം അതിനകത്ത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നുള്ളത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ½ an hour വെച്ചിട്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ CAക്ക് മോർണിംഗിൽ ഒരു ടൈം കണ്ടെത്തുക. അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനറിൽ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നമ്മുടെ കയ്യിൽ ടാസ്ക് ഉണ്ട്, എങ്ങനെയാണ് അത് സ്കെഡ്യൂൾ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചു. ഇനി അത് എങ്ങനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് നമ്മുടെ കയ്യിലുള്ള നോട്ട്ബുക്കിലേക്ക് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ പ്ലാനറിലേക്ക് നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചാൽ അത് വളരെ ഷോർട്ട് ആൻഡ് പ്രിസൈസ് ആയിട്ട് ആഡ് ചെയ്യുക. അതായത് SCRTയിൽ ഒരു ചാപ്റ്ററാണ് നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ SCRTയിൽ എഴുതിയ ചാപ്റ്ററിൻ്റെ പേരൊന്നും ഇങ്ങനെ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ചിലർക്ക് മുഴുവൻ എഴുതാൻ ഞാനൊരു സമാധാനം കിട്ടില്ല. അങ്ങനെയൊന്നും എഴുതി ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ജസ്റ്റ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ CA, ന്യൂസ് പേപ്പർ ആണെങ്കിൽ NP, അല്ലെങ്കിൽ ജസ്റ്റ് ന്യൂസ് പേപ്പറിൽ എഴുതാൻ കുഴപ്പമില്ല. SCRTയിൽ ഒരു ചാപ്റ്ററാണ് SCRT-ചാപ്റ്റർ നമ്പർ 6 ക്ലാസ് 10, ഇത്രയും മതി. 10 ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. അല്ലാതെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. ഇനിയാണ് ഫൈനൽ കാര്യം, നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്ന കാര്യം. നമ്മൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ടിക്കിട്ട് പോകുന്ന സമയത്ത് എൻഡ് ഓഫ് ദ ഡേ എല്ലാ ബോക്സസും ചെക്ക്ഡ് ആണെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അപ്പോൾ അതൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു ആസ്പിറൻസിനെ സംബന്ധിച്ചും അതിലും ഒപ്പരം സാറ്റിസ്ഫാക്ഷൻ തരുന്ന വേറെ ഒരു കാര്യമില്ല. സോ ഇതുവരെ പ്ലാൻ ചെയ്തിട്ട് പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.